ബ്രിഗേഡിയർ സനൽകുമാർ തുടരുന്നുണ്ട്. ശ്രീ സനൽ, ഒരുപക്ഷെ ആരതിയും ഹിമാൻഷിയുമായിരുന്നു ഈ ആക്രമണത്തിന്റെ ശേഷമുള്ള ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ രണ്ട് മുഖങ്ങൾ. ഹിമാൻഷിയുടെ നിസ്സഹായതയാണെങ്കിൽ ആരതിയുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആരതിയുടെ ധൈര്യമായിരുന്നു നമ്മളെ അത്ഭുതപ്പെടുത്തിയ രണ്ട് സ്ത്രീ മുഖങ്ങൾ. അപ്പോൾ ആരതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് പറയാൻ വാക്കുകളില്ല. നന്നായിരിക്കുന്നു. അങ്ങനെ നിൽക്കട്ടെ. ഈ അവസരത്തിൽ എല്ലാവരും, അതായത് യുദ്ധം ഉണ്ടായേക്കാം, ഇനി ഉണ്ടാകാതിരിക്കാം, ഇവിടം കൊണ്ട് ക്ലോസ് ആകും. ഇത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഫാമിലീസിന് 26 മരണങ്ങളുണ്ടായ ആ ഫാമിലീസിന് ഇതൊരു ക്ലോഷർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അതിന് ക്ലോഷറിന്റെ തുടക്കമേ ആകുന്നുള്ളൂ. ഇന്ത്യക്ക് ഇതൊരു ക്ലോഷർ ആയിട്ടില്ല. ഭാരതത്തിന് ഇതൊരു ക്ലോഷർ ആയിട്ടില്ല. നമുക്ക് ക്ലോഷർ വരുന്നുണ്ടെങ്കിൽ ഇത് തുടച്ചു നീക്കാൻ ഒക്കണം. അതുകൊണ്ട് ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇത് അൾട്ടിമേറ്റ്ലി ഈ ഒരു 9 ക്യാമ്പിൽ ഒരു ക്യാമ്പ് ഡിസ്ട്രോയ് ചെയ്തിട്ടൊന്നും കാര്യമായിട്ടില്ല. അൾട്ടിമേറ്റ്ലി ഇതൊരു വളരെ ലോങ് ടേം പരിപാടിയാണ്. ആ ലോങ് ടേം പരിപാടിയിലാണ് നമ്മൾ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യേണ്ടത്. ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇന്ന് ഇത് ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂർ തീർന്നു, അതുകൊണ്ട് തീരില്ല. ഇത് വളരെ ലോങ് ടേം ആയിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. അതായത് വേരോടെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കള വന്നു കഴിയുമ്പോൾ കള പറിക്കുകയാണ് വേണ്ടത്. കള മുകളിൽ നിന്ന് ചെത്തിയാൽ കാര്യമില്ല, പിന്നെയും വളരും. അത് പറിക്കുകയാണ് വേണ്ടത്. ആ പറിക്കുന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ഇന്ത്യക്കാരെല്ലാവരും തന്നെ ഇതുപോലെ ഈ ഒരാഴ്ച 10 ദിവസം കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന പോലെ നിൽക്കണം എന്ന് എന്റെ ആഗ്രഹമുള്ളൂ, അഭിപ്രായമുള്ളൂ. കഴിഞ്ഞ 15 ദിവസം നോക്കിയാൽ ഇന്ത്യ ആദ്യഘട്ടത്തിൽ പെട്ടെന്നൊരു തിരിച്ചടിക്ക് മുതിരാതെ നയതന്ത്ര തലത്തിൽ ഒരു നടപടിയെടുക്കുന്നു. പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ ഒന്ന് ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിർത്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നൊരു പ്രതീതി ഉള്ളപ്പോഴും ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായ ഒരു ആക്രമണത്തിനുള്ള പ്ലാൻ അവിടെ തയ്യാറാവുന്നു. ആ ഒരു 15 ദിവസത്തെ ഈ ഒരു പ്ലാനിങ് എത്രത്തോളം അങ്ങേപ്പോലൊരു മുൻ സൈനിക ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് അതിനെ തോന്നുന്നത്? ഇത് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് മുൻ സൈനിക ഉദ്യോഗസ്ഥനെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് 1-2 അവസരങ്ങളിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇതുകൊണ്ട് തീരില്ല. പല കാര്യങ്ങളും മൾട്ടി ലെവലാണ് ഇത് നടക്കുന്നത്. മൾട്ടിപ്പിൾ ലെവൽസിൽ ഇത് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. ഒരു സൈനിക തിരിച്ചടി, ഒരു സർജിക്കൽ സ്ട്രൈക്ക്, 4 തല വെട്ടി അതുകൊണ്ടൊന്നും കാര്യമായില്ല. ഇത് മൾട്ടിപ്പിൾ ലെവലിലാണ് നടക്കുന്നത്. ആ മൾട്ടിപ്പിൾ ലെവൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പൊളിറ്റിക്കൽ ലെവൽ, ഡിപ്ലോമാറ്റിക് ലെവൽ, പല ഐസൊലേഷൻസും നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പലയിടത്തുനിന്നും ഇങ്ങേറ്റം നിങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോന്നറിയില്ല, ടർക്കിയിൽ നിന്നൊരു 2 എയർക്രാഫ്റ്റ് നിറച്ച് ആയുധങ്ങൾ അവർ ഈ എമർജൻസി വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ ഇല്ലാതിരുന്നുണ്ട്. അതൊക്കെ നടക്കുന്നത് ഈ പാനിക് ഉണ്ടാവണം എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. അതിനുള്ള പ്ലാൻ ഇന്ത്യ ചെയ്തുകൊണ്ടാണ്. അന്നേരവേ ഇറങ്ങി ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ ചെറുപ്പത്തിൽ 2 അടി കൊടുത്തിരുന്നാൽ അതൊക്കെ തീരില്ല. ഇത് തീരുകയല്ല വേണ്ടത്. നമുക്ക് ഇതിന്റെ അന്ത്യം വരെ, അതായത് വേരോടെ പറിച്ച് കളയുന്നിടം വരെ ഇത് നിർത്താൻ ഇതുപോലൊരു ഓപ്പറേഷൻ പറയുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പ്യൂർലി മിലിറ്ററി ഓപ്പറേഷൻ ആണെന്ന് വെച്ചോളൂ. പക്ഷേ ഈ ഓപ്പറേഷൻ നമുക്ക് വേണ്ടത് ഒരു ദീർഘകാല ഓപ്പറേഷനാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇത് എങ്ങനെ പറിച്ചു കളയാം? ഇത് നമുക്ക് പാകിസ്ഥാനെ തിരിച്ചെടുക്കണ്ട. നമുക്ക് പാകിസ്ഥാനിൽ പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യാനും അനുവദിക്കാൻ പാടില്ല. അത് അനുവദിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ നാട്ടുകാർക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അതേ ഉള്ളൂ. എന്നൊരു ദീർഘകാല പരിപാടി ഉണ്ടാവും, അതിനായിരിക്കും ചെയ്യുക. പക്ഷെ ആ പരിപാടിക്ക് എല്ലാവരും ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് വേണം. അത് രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ്. അത് മാത്രമേ ഉള്ളൂ. ആരതി പറഞ്ഞതുപോലെ നിസ്സഹായരായ നിഷ്കളങ്കരായ മനുഷ്യരെ വന്ന് അവരുടെ ഒരു അവധി ദിവസത്തിൽ വന്ന് വെടിവെച്ച് കൊല്ലുക, അതും പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് അവരുടെ ജാതിയോ മതമോ ഒക്കെ പറഞ്ഞ്, അതായത് ഇന്ത്യക്കകത്തൊരു വലിയ പ്രശ്നമുണ്ടാക്കണം എന്നുകൂടി ലക്ഷ്യമുണ്ടായിരുന്നു. വെറും ഒരു ആക്രമണമല്ല, ഒരു സൈനിക ആക്രമണം പോലെയും ആയിരുന്നില്ല. അത്രയ്ക്ക് നിഷ്ഠൂരമായ ഒരു ആക്രമണമായിരുന്നു. ഇത് ഉദ്ദേശിച്ച് തന്നെയാണ്. അതൊരു ഇന്ത്യ ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഒരു 4 മടങ്ങോ 5 മടങ്ങോ ഉള്ള ഒരു എക്കോണമിയാണ്. ഇന്ത്യ ഇനി പല സമയങ്ങളിലും
ഇന്ത്യയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ പറ്റി ബോധർ ചെയ്യുന്നില്ല. പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ, ഇൻഡോ പാകിസ്ഥാൻ എന്ന് പറയാറുള്ള നമ്മൾ ആ ഹൈഫൻ അതിൽ നിന്ന് മാറ്റി, പാകിസ്ഥാനെ നമ്മൾ മാറ്റി. പാകിസ്ഥാനെ പറ്റി നമ്മൾ ഒരുപാട് വിഷമിക്കുന്നില്ല. പക്ഷേ ഇതിങ്ങനെ അത് കാരണം നമ്മൾ അവരെ അങ്ങ് അവഗണിക്കുന്നു, അല്ലെ അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള വെച്ചിട്ടാണ് പലരും ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ ചെയ്യാറില്ലേ, നമ്മൾ അവരെ നോക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും താഴെയിട്ട് പൊട്ടിക്കും. ഇപ്പം നമ്മൾ അവരോട് തിരിഞ്ഞു നോക്കും, നിന്ന് വഴക്കെങ്കിലും പറയും. അതിനായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് തുടരുകയാണെങ്കിൽ അവർക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ളത് പാകിസ്ഥാനിലെ ബുദ്ധിജീവികൾക്ക് മനസ്സിലാവും. പക്ഷെ പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ അല്ലെ മിലിറ്ററി എലീറ്റ്, മിലിറ്ററി ഡാഷ് എലീറ്റ് ഗ്രൂപ്പിനത് മനസ്സിലാകുന്നില്ലെന്ന് വിശ്വസിക്കാൻ വയ്യ. പക്ഷെ എന്തായാലും ആ വഴിയിലാണ് പോകുന്നത്. അതിൽ നിന്ന് അവർ മാറാൻ തയ്യാറില്ല. അതാണ് എന്റെ ഇഷ്യൂ. അതെ, തീർച്ചയായിട്ടും. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്, സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ പ്രകോപനപരമായ ഒരു പ്രസംഗമൊക്കെ ഉണ്ട്. ആ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു മുൻപിൻ ആലോചനകളില്ലാതെയുള്ള ഒരു പക്ഷെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ആളുകളെ പോലെ അല്ല ഇപ്പോഴത്തെ പാക് സൈനിക മേധാവി. ജിഹാദ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തി, ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ആലോചനകളില്ലാത്ത ആക്രമണമൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള മറുപടി അവരെ എത്രത്തോളം ഉലയ്ക്കുന്നതാണ്? ഇത് തുടക്കമാണ് മറുപടിയുടെ. എൻ്റെ ആഗ്രഹവും എൻ്റെ എക്സ്പെക്ടേഷനും ഇത് തുടക്കം മാത്രമാണെന്ന്. ഇതൊരു തുടക്കമാണ്. ഇനി പലതും നമുക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. ആ ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വിഡ്ഢിത്തം പാകിസ്ഥാൻ തന്നെ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ പക്ഷേ ഇന്ത്യയിൽ ഈ നമ്മുടെ നെയ്ബർഹുഡ് പോളിസി എന്ന് പറഞ്ഞ അയൽവക്കത്തെ എല്ലാവരെയും കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും ഈ അയൽവക്കത്തെ പോളിസിയിൽ ഇപ്പൊ നമ്മുടെ വീട്ടിനപ്പുറത്തെ ഒരാളുടെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് നമ്മുടെ ഓട് പൊട്ടുന്നുണ്ടെങ്കിൽ ആ നെയ്ബറിനോട് പറയേണ്ടതും ആ നെയ്ബറിനോട് പറഞ്ഞ സമയത്തിന് തേങ്ങ ഇടിക്കേണ്ടതും നമ്മളുടെ കൂടെ ചുമതലയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീടാണ് പൊട്ടുന്നത്. ആ ചുമതല പല സമയങ്ങളിലും ഭാരതം ചെയ്തിട്ടില്ല. സ്നേഹത്തിന്റെ വകയായിരിക്കും, അതിന് ഇന്റർഫിയർ ചെയ്യാണെന്നുള്ള വകയായിരിക്കും. അത് ചെയ്യുന്നില്ല അല്ലെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പലപ്പോഴും അനുഭവിക്കേണ്ടത്. ഒരു കാര്യം ആലോചിക്കണ്ടേ, ഒരു ഗവൺമെന്റില് ഇപ്പൊ നമ്മളിവിടെ ഒരു ആർമി കമാൻഡർ അല്ലെങ്കിൽ ഒരു ചീഫ് ഉണ്ടാകുമ്പോൾ ആ ചീഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചാണ് ചെയ്യുന്നത്? ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് ആരാണ് ചീഫ് ആവേണ്ടതെന്ന്. പാകിസ്ഥാനിലെ ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്, ആർമിയാണ് തീരുമാനിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി ആവണമെന്നുള്ളത്. ആ സിസ്റ്റം മാറാതെ അതിനോട് പാകിസ്ഥാനികൾ പാകിസ്ഥാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ പാകിസ്ഥാൻ അംഗീകരിച്ച് അതാണ് അവർക്ക് ശീലം. അത് ചോദ്യം ചെയ്യപ്പെടാതെ ഈ സിസ്റ്റം മുകളിലോട്ട് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നമുക്ക് അൾട്ടിമേറ്റ്, ഞാൻ പറഞ്ഞ ഒരു ദീർഘകാല യുദ്ധമാണ്. ഇത് തുടക്കം മാത്രമാകാനേ കാര്യമുള്ളൂ. ഇനി പല കാര്യങ്ങളിലും നമ്മൾ അവരെ ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എൻ്റെ പക്ഷം. വളരെ നന്ദി ശ്രീ സനൽകുമാർ ഇത്ര വിശദമായി പ്രതികരിച്ചതിന്. ഇന്ന് പുലർച്ചെ 1:28 ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്ന് വിളിച്ചോതുന്ന ഒരു എക്സ്പോസ്റ്റ്, തൊട്ടു പിന്നാലെ 1:44 സൈനിക മേധാവിയുടെ, കരസേനാ മേധാവിയുടെ തന്നെ വരുന്നു അടുത്ത പോസ്റ്റ്. ആ പോസ്റ്റിൽ പറയുന്നു 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നു. അത് പാകിസ്ഥാനിൽ ഭീകരരെ എവിടെ നിന്നൊക്കെ പടച്ചുവിടുന്നുണ്ടോ അവിടെയെല്ലാം പോയി നശിപ്പിച്ചു വന്നിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായ സൈനിക ശക്തി എന്നൊരു വിവരമായിരുന്നു രാവിലെ പുറത്തുവിട്ടത്. അതിൻ്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാമിൽ 26 നിഷ്കളങ്കരായ നിരപരാധികളായ ജീവനെടുത്തതിൻ്റെ ഒരുപക്ഷെ അന്ന് നമ്മൾ ഏറ്റവും അധികം നമ്മളെല്ലാം വേദനിച്ചത് ഒരു പെൺകുട്ടിയുടെ കണ്ണീർ, ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടായിരുന്നു. ഹിമാൻഷി എന്ന 6 ദിവസം മാത്രം വിവാഹ ജീവിതം നീണ്ടു നിന്ന ഒരു പെൺകുട്ടി, അവളുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്ക് ഇതാ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയിരിക്കുന്നു.